ബേത്ലഹേം മിനിസ്ട്രീസിൻ്റെ ജീവൻ്റെ അപ്പം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സുപ്രസിദ്ധ വേദാധ്യാപകനും കൺവെൻഷൻ പ്രാസംഗികനുമായ പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ് നിങ്ങളോട് സംസാരിക്കുന്നു. ഈ പ്രോഗ്രാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. മാന്യ പ്രേക്ഷകർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രഭാഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കുന്നത് അഗ്നിശോധനയെക്കുറിച്ചാണ്. വേദപുസ്തകത്തിൽ പത്രോസിൻ്റെ ലേഖനത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ് അഗ്നിശോധന. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഈ വിഷയത്തിന് ആധാരമായി വായിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടയാകും. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നമ്മുടെ കർത്താവ് എപ്പോഴും സത്യം പറയുന്ന ആളായിരുന്നു. കർത്താവിനോടുള്ള എൻ്റെ ബഹുമാനം സത്യം പറഞ്ഞു എന്നുള്ളതിനേക്കാളും എല്ലാ സത്യവും പറഞ്ഞെന്നുള്ളതാണ്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഭവനം ഒരുക്കാൻ പോവുകയാണ്. സ്വർഗത്തിൽ ഒരുക്കുന്ന ഭവനത്തെക്കുറിച്ച് പറഞ്ഞ കർത്താവ് തന്നെ ഭൂമിയിലെ കാര്യവും തന്നെ അനുഗമിച്ചവരോട് പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, കുറുനരികൾക്ക് കുഴിയുണ്ട്, പക്ഷെ മനുഷ്യപുത്രന് ഭൂമിയിൽ തലചായ്പാൻ ഇടമില്ല. സ്വർഗത്തിലൊരു വീടുണ്ട് എന്ന് പറഞ്ഞ യേശു കർത്താവ് മുഴു സത്യവും പറഞ്ഞപ്പോൾ പറഞ്ഞു, ഭൂമിയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തലചായ്പാൻ ഇടം കിട്ടിയില്ലെന്ന് വിരിക്കാൻ. അതാ മുഴുവൻ സത്യം. ഭൂമിയിൽ സ്വർഗം സൃഷ്ടിച്ചു തരാമെന്ന് യേശു പറഞ്ഞിട്ടില്ല. ഈ ഭൂമിയിൽ നമുക്ക് കഷ്ടങ്ങളുണ്ടെന്നും പരിശോധനകളുണ്ടെന്നും യേശു വളരെ വ്യക്തമായി നമ്മെ അറിയിച്ചിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസും അതുപോലെ മുഴു സത്യവും പറയുന്ന ആളായിരുന്നു. പൗലോസ് ഒരിക്കൽ തൻ്റെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പർദീസയുടെ അനുഭവം പറയുന്നുണ്ട്. ഇത് മാത്രമേ പറഞ്ഞുള്ളായിരുന്നുവെങ്കിൽ എപ്പോഴും ഇങ്ങനെ പർദീസയുടെ അനുഭവത്തിലായിരുന്നു പത്രോസ് ഇരുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ ഇതേ പത്രോസ് തന്നെ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനത്തിൽ താൻ അനുഭവിച്ച കഷ്ടതകളുടെ യാതനകളുടെ നീണ്ട പട്ടിക തന്നെ വിവരിക്കുന്നുണ്ട്. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അനുഭവം ഉണ്ടായ പൗലോസ് തന്നെ ഇവിടെ പട്ടിണി കിടന്നിട്ടുണ്ട്, ഉപദ്രവം സഹിച്ചിട്ടുണ്ട്, മർദ്ദനമേറ്റിട്ടുണ്ട്, കാരാഗൃഹത്തിൽ വസിച്ചിട്ടുണ്ട്, ഒരുപാട് കഷ്ടതകളിലൂടെ പോയിട്ടുണ്ട്. അതാണ് മുഴുവൻ സത്യമെന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം കഷ്ടസമ്പൂർണമാണ്. ഈ ലോകം നമുക്ക് ക്ലേശങ്ങളും നിന്ദകളും അപമാനവും പീഡയും നൽകുന്ന ലോകമാണ്. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളിതെല്ലാം അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നില്ലെങ്കിൽ പെട്ടെന്ന് കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകും. അതുകൊണ്ട് പത്രോസ് 4 കാര്യങ്ങൾ 4-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ എടുത്തു പറയുന്നത് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർപ്പിക്കാം. അഗ്നിശോധനയെക്കുറിച്ച് പത്രോസ് പറയുന്ന 1-ാമത്തെ കാര്യം അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ഒന്നാമത് പറയുന്ന കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയുടെ ശോധനയുണ്ടാകുമ്പോൾ
അതിശയിച്ചു പോകരുത്. അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ ഇങ്ങനൊരു കാര്യം, ഞാനിത് പ്രതീക്ഷിച്ചതല്ലല്ലോ എന്ന് പറയരുത്. നിങ്ങൾ അതിശയിച്ചു പോകരുത്. ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾ അതിശയിച്ചു പോകരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ടെന്നും ക്ലേശങ്ങളുണ്ടെന്നും പരിശോധനയുണ്ടെന്നും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പോരാട്ടങ്ങളുണ്ടെന്നും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അളവിനെ പരീക്ഷിക്കുന്ന അഗ്നിശോധനകളുണ്ടെന്നും അതിലൂടെ നാം കടന്നു പോകേണ്ടവരാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ അറിഞ്ഞില്ല, കേട്ടില്ല, അറിഞ്ഞതായിരുന്നെങ്കിൽ ഞാൻ ഈ മാർഗത്തിൽ വരികയില്ലായിരുന്നു എന്ന് പറയാൻ ഇടയാകാതിരിക്കേണ്ടതിന് ഇത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഈ ലോകത്തിൽ ഭക്തിയോടെ ജീവിക്കുന്ന ഏത് മനുഷ്യർക്കും കഷ്ടമുണ്ട്. നിങ്ങൾക്കൊരു പോരാട്ടവുമില്ല, ഒരു പ്രശ്നവുമില്ല എങ്കിൽ അതിൻ്റെ കാരണം ഞാൻ പറയാം. നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നത് കൊണ്ട് പിശാചിന് യാതൊരു ഉപദ്രവവുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നത് കൊണ്ട് പിശാചിന് ഉപദ്രവമുണ്ടെങ്കിൽ, നിങ്ങൾ പിശാചിൻ്റെ സാമ്രാജ്യത്തെ എതിർക്കുന്നുവെങ്കിൽ, നിങ്ങൾ പിശാചിനെ പിടിച്ചു കെട്ടാനും അവൻ്റെ കോപ്പ് കവർ ചെയ്യാനും ശ്രമിക്കുന്നെങ്കിൽ നിങ്ങൾക്കിവിടെ പോരാട്ടമുണ്ട്. ക്രിസ്തുവേശുവിൽ ഒരു തികഞ്ഞ ഭക്തനായി ജീവിച്ചാൽ ലോകം നിങ്ങൾക്ക് അനുകൂലമായിരിക്കുകയില്ല. ഒരുവന് ലോകം അനുകൂലമാണെങ്കിൽ അവൻ ലോകത്തിന് അനുരൂപമായി ജീവിക്കുന്നത് കൊണ്ടാണ്. പൗലോസ് പറയാൻ, നിങ്ങൾ ലോകത്തിന് അനുരൂപരായി ജീവിക്കരുത്. ഈ ലോകത്തിന് അനുരൂപരായി ലോകക്കാർ ജീവിക്കുന്നത് പോലെ നമ്മളും ജീവിച്ചാൽ നമുക്കിവിടെ പ്രശ്നമൊന്നുമില്ല, യാതൊരു പോരാട്ടവുമില്ല. എല്ലാവരും ജീവിക്കുന്ന പോലെ നമുക്കിവിടെ ജീവിക്കാം. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഭക്തിക്ക് വേണ്ടി, ഉപദേശത്തിന് വേണ്ടി, ക്രിസ്തു പറഞ്ഞ മെസ്സേജിന് വേണ്ടി നിങ്ങൾ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ വെല്ലുവിളികളുണ്ടാകും. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് യാതനകൾ അനുഭവിക്കേണ്ടി വരും. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയും, സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. ലോകം നിങ്ങളെ പകയ്ക്കും. എന്താ കാരണം? കാരണം യേശു പറയുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ യേശു പറയുന്നുണ്ട്, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപ് എന്നെ പകച്ചിരിക്കുന്നുവെന്ന് അറിവീൻ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായിരുന്നതിനെ സ്നേഹിക്കുമായിരുന്നു. അപ്പോൾ യേശു പറയുകയാണ്, നിങ്ങളെ ലോകം പായിക്കുമ്പോൾ നിങ്ങൾ അതിശയിച്ചു പോകരുത്. ഞാൻ അതിൽ കൂടെ പോയ ആളാണ്. നിങ്ങളെയല്ല ലോകം ആദ്യമായിട്ട് പായിക്കുന്നത്. ഞാൻ ഈ ലോകത്തായിരുന്നപ്പോൾ യേശു പറയുന്നു, എന്നെ ലോകം പകച്ചതാണ്. എന്തുകൊണ്ട് നിങ്ങളെ പായിക്കുന്നു? നിങ്ങൾ ഈ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിച്ചേനെ. എന്നാൽ എന്തുകൊണ്ട് നമ്മളെ ലോകം പായിക്കുന്നു? യേശു നമ്മളെ ലോകത്തു നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട്. ലോകത്തു നിന്ന് നമ്മളെ തിരഞ്ഞെടുത്തത് ലോകക്കാരെ പോലെ ജീവിക്കാനല്ല, ഒഴുക്കിന് അനുകൂലമായി നീന്താനല്ല, ഒഴുക്കിന് വിപരീതമായി നീന്തുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ലോകം നമ്മളെ പകയ്ക്കുകയാണ്. ഈ ലോകത്തിൻ്റെ മൂല്യങ്ങളും ഈ ലോകത്തിൻ്റെ ധാർമ്മികതയും നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ലോകക്കാരെ പോലെ ജീവിച്ചാൽ ലോകം നമുക്ക് അനുകൂലമായിരിക്കും. എന്നാൽ ഒരു ക്രിസ്തുഭക്തന് എപ്പോഴും ലോകം പ്രതികൂലമായിരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, എൻ്റെ പിന്നാലെ ഒരുവൻ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും അവൻ്റെ കുരിശ് എടുത്തുകൊണ്ട് വരണം. അഥവാ യേശുവിനെ പിൻപറ്റുന്ന വ്യക്തിക്ക് ചുമക്കുവാൻ അവനവൻ്റെ ഒരു കുരിശുണ്ടായിരിക്കും. ആ കുരിശ് നിന്ദയാണ്, ആ കുരിശ് അപമാനമാണ്, ആ കുരിശ് കഷ്ടതയാണ്, ആ കുരിശ് നിലവിളിയാണ്. ആ കുരിശ് എടുക്കുവാൻ ആഗ്രഹമില്ല എങ്കിൽ യേശുവിനെ പിൻപറ്റാൻ പറ്റുകയില്ല. അഥവാ യേശുവിനെ പിൻപറ്റുവാൻ ഒരാൾ തീരുമാനിച്ചാൽ അതിൻ്റെ വില കൊടുക്കുവാൻ തയ്യാറാകണം. അഥവാ യേശു പറഞ്ഞത് കൗണ്ട് ദ കോസ്റ്റ്, ഇതിന് എന്ത് വില കൊടുക്കേണ്ടി വരുമെന്ന് ആലോചിക്കണം. യേശുവിനെ പിൻപറ്റുമ്പോൾ ആലോചിക്കണം, ഇവിടെ കഷ്ടമുണ്ട്. യേശു പറഞ്ഞു, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്. പക്ഷേ യേശു പറഞ്ഞു, ധൈര്യപ്പെട്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മൾ ജയിച്ച ഒരാളിനെ പിൻപറ്റുന്നവരാണ്.
യേശുവിന് ലോകത്ത് കഷ്ടമുണ്ടായിരുന്നു, പക്ഷേ യേശു ലോകത്തെ ജയിച്ചു. നാം അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരേണ്ടതിന് അവൻ്റെ നല്ല മാതൃക വച്ചു പോയിട്ടുണ്ട് എന്ന് പത്രോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ലോകം നമുക്ക് അനുകൂലമല്ലെങ്കിലും ഈ അനുകൂലമല്ലാത്ത ലോകത്തിൽ യേശു ജീവിച്ചതും യേശു ഈ ലോകത്തെ ജയിച്ചതും മാതൃകയാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ കഴിയും. എല്ലാവർക്കും ലോകത്ത് കഷ്ടമുണ്ട്. എന്നാൽ നമ്മുടെ കഷ്ടതയിലൊരു പ്രത്യേകതയുള്ളത്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത് തുണയായിട്ട് ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ മനസ്സിലാക്കണം, കൂടുതൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പോരാട്ടമുണ്ട്, അതിനനുസരിച്ച് ക്ലേശങ്ങളും നിന്ദയും അപവാദങ്ങളും ഉണ്ടാകും. അപ്പോൾ ഒന്നാമത്, നിങ്ങൾ അതിശയിച്ചു പോകരുത്, ഇത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം. രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം, 1 പത്രോസ് 4:12 തന്നെ ഈ ക്ലേശങ്ങളെ, പോരാട്ടങ്ങളെ, നിന്ദകളെ എല്ലാം കൂടെ ചേർത്ത് പത്രോസ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, അഗ്നിശോധന എന്നാണ്. അഥവാ ഒരു ക്രിസ്തു ഭക്തൻ അഭിമുഖീകരിക്കുന്ന പോരാട്ടം അവൻ്റെ അഗ്നിശോധനയാണ്. എന്താ അഗ്നിശോധന എന്ന് പറഞ്ഞാൽ? 66-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ പറയുന്നു, വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെയാണിത്. വെള്ളി തീയിലിട്ട് ശോധന ചെയ്യുന്നത് എന്തിനാണ്? വെള്ളിയുടെ കീടങ്ങൾ ഇല്ലാതെയാകാനാണ്, വെള്ളിയെ ശുദ്ധീകരിക്കാനാണ്. അപ്പോൾ ഒരു ഭക്തൻ്റെ അഗ്നിശോധന എന്ന് പറഞ്ഞാൽ അവൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്, അവനിലുള്ള മാലിന്യങ്ങൾ ഇല്ലാതെയാകേണ്ടതിന് വേണ്ടിയാണ്. ഒരു വെള്ളി ഉരുക്കി അതിനെ ഒരാഭരണമാക്കി മാറ്റുന്നത് പോലെ ദൈവം അഗ്നിശോധനയിലൂടെ നമ്മെ ഉരുക്കി ദൈവത്തിന് പ്രയോജനമുള്ള ഒരാഭരണമാക്കി നമ്മളെ തീർക്കുകയാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ തീയിൽ ശോധന ചെയ്യുന്ന പൊന്നിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അഥവാ നമ്മുടെ അഗ്നിശോധന എന്ന് പറയുന്നത് പൊന്ന് തീയിൽ ശോധന ചെയ്യുന്നത് പോലെയാണ്. പൊന്ന് തീയിൽ ശോധന ചെയ്യുന്നത് നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? തട്ടാൻ്റെ ഉലയിൽ പൊന്ന് ഉരുക്കാനിടും. കഠിനമുള്ള ചൂടിലാണ് പൊന്നുരുക്കാനിടുന്നത്. ചിരട്ട കനലിൻ്റെ അകത്തോട്ട് പൊന്ന് സ്വർണ്ണക്കട്ടയിടും. എന്നാൽ തൻ്റെ സ്വർണം തീക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തട്ടാൻ്റെ ദൃഷ്ടി എപ്പോഴും സ്വർണത്തിന്മേലാണ്. അവനൊരു കുഴലുകൊണ്ട് തീ ഊതിക്കൊണ്ടിരിക്കും, പക്ഷേ കണ്ണ് എപ്പോഴും ഈ സ്വർണത്തിന്മേലാണ്. ഇത് ഉരുകുന്നോ 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 എന്ന് നോക്കിക്കൊണ്ടിരിക്കും. എപ്പം വരെയാണ് ഇത് തീയിലിടുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഉരുകുന്നത് വരെ. എന്തിനാണ് ഇത് ഉരുക്കുന്നത്? ഇത് കട്ടയായിട്ടിരുന്നാൽ, സ്വർണ്ണ കട്ടയായിട്ടിരുന്നാൽ ഇതിനെ ആഭരണമാക്കാൻ പറ്റുകയില്ല. എന്നാൽ ഇതിനെ ഉരുക്കുന്നത് 2 കാര്യത്തിന്. 1, ഇതിൻ്റെ കീടമില്ലാതെയാകണം. 2, ഉരുകിയെങ്കിൽ മാത്രമേ തട്ടാൻ്റെ ഹൃദയത്തിലുള്ള ഒരാഭരണമാക്കി ഇതിനെ മാറ്റാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ അഗ്നിശോധന എന്തെന്ന് ചോദിച്ചാൽ നമ്മെ ഉപയോഗപ്രദമാക്കുവാൻ വേണ്ടിയാണ്, നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു ഭക്തൻ്റെ അഗ്നിശോധനയെങ്കിൽ തട്ടാൻ്റെ കണ്ണ് സ്വർണത്തിന്മേലിരിക്കുന്നത് പോലെ നമ്മെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ കർത്താവ് നമ്മെ അഗ്നിശോധനയ്ക്ക് വിട്ടിട്ട് ദൃഷ്ടി നമ്മുടെ മേൽ നിന്ന് മായ്ക്കുകയില്ല. അവൻ എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. തട്ടാൻ എപ്പോഴാണ് ഇത് ഉരുകിയെന്നറിയുന്നതെന്നറിയാമോ? തട്ടാൻ്റെ മുഖം ഈ ഉരുകുന്ന സ്വർണത്തിൽ പ്രതിബിംബിക്കുമ്പോൾ മനസ്സിലാകും ഇത് ഉരുകിയെന്ന്. ഇതുപോലെയാണ് ഒരു ഭക്തൻ്റെ അഗ്നിശോധനയിൽ അവൻ്റെ മുഖം കർത്താവിൻ്റെ മുഖം പോലെ ആകുമ്പോൾ അവനെ എടുക്കാൻ സമയമായെന്നറിയാം. സമയമാകുമ്പോൾ പുറത്തെടുക്കുമെന്നറിയാം. ഇയ്യോബ് അഗ്നിശോധനയിലൂടെ പോയ ഒരാളാണ്. ഇയ്യോബ് കഠിനമായ അഗ്നിശോധനയിലൂടെ പോകുമ്പോഴും ഇയ്യോബ് പറയുന്ന വാചകങ്ങൾ ശ്രദ്ധിക്കണം. ഇയ്യോബ് പറയുന്ന, അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഞാൻ ഇതിൻ്റെ അകത്ത് കിടന്ന് ഉരുകി മാഞ്ഞു പോകുമെന്നല്ല പറയുന്നത്, ഞാൻ പുറത്തു വരും. അപ്പോൾ ഒരു ഭക്തൻ തൻ്റെ അഗ്നിശോധനയിലൂടെ പോകുമ്പോൾ അവൻ്റെ മനസ്സ് പറയണം, ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരുന്നൊരു സമയമുണ്ട്. ഞാൻ ഉരുകിയെന്ന് എൻ്റെ ദൈവത്തിന് ബോധ്യമാകുമ്പോൾ അവൻ എന്നെ പുറത്തെടുക്കും. വീണ്ടും ഇയ്യോബ് പറയുന്നത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. എനിക്ക് വേറൊരാളെ കാത്തിരിക്കാനില്ല. ഞാൻ എൻ്റെ യേശുവിനെ കാത്തിരിക്കും. അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. അവൻ എന്നെ ഈ അഗ്നിശോധനയിൽ കൊല്ലത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൻ സമയമാകുമ്പോൾ എന്നെ പുറത്തെടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അഗ്നിശോധനയുടെ
മറ്റൊരു പാഠം കൊരിന്ത്യർക്കെഴുതിയ 1-ാം പുസ്തകം 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, ലോകത്തെങ്ങും നടപ്പില്ലാത്തൊരു പരീക്ഷയും നിങ്ങൾക്ക് വന്നിട്ടില്ല. അവൻ പരീക്ഷയോടുകൂടെ തന്നെ പോക്കുവഴിയും ഒരുക്കുന്നവനാണ്. ദൈവം വിശ്വസ്തനാണ്. വിശ്വസ്തനായ ദൈവം നമുക്ക് സഹിക്കാവുന്നതിനപ്പുറമായ യാതൊരു ശോധനയിലൂടെയും ദൈവം നമ്മെ കടത്തിവിടുകയില്ല. 103-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. ഹി നോസ് മൈ ഫ്രെയിം എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. എൻ്റെ ഫ്രെയിം ദൈവത്തിനറിയാം, എൻ്റെ ചട്ടക്കൂട്ട് ദൈവത്തിനറിയാം, എൻ്റെ ഫ്രെയിമിന് താങ്ങാവുന്ന ഭാരം ദൈവത്തിനറിയാം. എൻ്റെ ഫ്രെയിമിന് താങ്ങാൻ കഴിയാത്ത ഒരു ഭാരവും ദൈവം എൻ്റെ മേൽ വെക്കുകയില്ല. എനിക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ ഒരു വേദനയും ദൈവം എനിക്ക് തരത്തില്ല. സഹോദര സഹോദരി, നീ ഒരു വേദനയിലൂടെ പോകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ താങ്ങാവുന്ന വേദനയാണ്. അത് വഹിക്കാനുള്ള കൃപ ദൈവം തരും. നാനാവിധ ശോധനകളുണ്ടെങ്കിൽ നാനാവിധമായ കൃപകളും ദൈവത്തിനുണ്ട്. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ അഗ്നിശോധനയിലൂടെ പോകുമ്പോൾ അത് പിടിച്ചു നിൽക്കാനുള്ള ദൈവകൃപ നമുക്ക് തരികയും മാത്രമല്ല, ഇതിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരേണ്ടതിനുള്ള പദ്ധതി ദൈവം മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുമുണ്ട്. ദൈവം വിശ്വസ്തനാണ്. നമ്മളൊരു പരീക്ഷയിൽ അകപ്പെട്ട് കഴിയുമ്പോഴല്ല എങ്ങനെ പുറത്തു കൊണ്ടുവരണമെന്ന് ദൈവം ആലോചിക്കുന്നത്. പരീക്ഷയോട് കൂടെ തന്നെ ദൈവം പോക്കുവഴിയും ഒരുക്കുന്ന ദൈവമാണ്. ദൈവം വിശ്വസ്തനാണ്. മൂന്നാമത് പത്രോസ് നൽകുന്ന പാഠം, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകും തോറും സന്തോഷിച്ചു കൊള്ളണമെന്നാണ്. അഥവാ നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്നാണ് പറയുന്നത്. കഷ്ടതയിലൂടെ പോകുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? അയ്യോ, ഞാൻ പെട്ടുപോയല്ലോ, ഷോ ഞാനിതിനിറങ്ങി തിരിച്ചു പോയല്ലോ, ഷോ അബദ്ധം പറ്റിപ്പോയല്ലോ. അങ്ങനല്ല. പത്രോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ നമ്മൾ പങ്കാളികളാകും തോറും സന്തോഷിക്കണം. എന്ത് സന്തോഷിക്കണം? ഷോ കർത്താവിൻ്റെ കഷ്ടങ്ങളിൽ എനിക്കൂടൊരു പങ്ക് കിട്ടിയല്ലോ. എൻ്റെ കർത്താവ് എനിക്ക് മുൻപേ കുരിശെടുത്തവനാണ്, എനിക്ക് മുൻപ് നിന്ന് സഹിച്ചവനാണ്. ലോകം ക്രിസ്തുവിന് അനുകൂലമല്ലായിരുന്നല്ലോ, അതുപോലെ ലോകം എനിക്കും അനുകൂലമല്ലാതെ വരുമ്പോൾ ഞാൻ പിറുപിറുക്കേണ്ട കാര്യമില്ല. ക്രിസ്തുവിന് കിട്ടിയ അതേ ട്രീറ്റ്മെൻ്റ് ആണല്ലോ എനിക്കും കിട്ടുന്നതെന്നോർത്ത് സന്തോഷിച്ചു കൊള്ളണം. രണ്ടാമത് സന്തോഷിക്കാനുള്ള കാരണം, നിങ്ങളവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനിടയാകും. അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയെന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അത് യേശു കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചാണ് പത്രോസ് ഇവിടെ പറയുന്നത്. അഥവാ ഇപ്പോൾ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പ്രത്യാശയുമുണ്ട്. നിങ്ങൾ ആർക്കു വേണ്ടി കഷ്ടം അനുഭവിക്കുന്നുവോ ആ കർത്താവ് തേജസ്സോടെ മടങ്ങി വരും. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, കാണാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയെന്ന് പറയുന്നത് അവിടുത്തെ രണ്ടാം വരവാണ്. അവിടുന്ന് മടങ്ങി വരുന്നതായ സമയത്ത് നമ്മൾ അവനെ കാണും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ സന്തോഷം. അഥവാ ഇവിടെ കഷ്ടം അനുഭവിച്ചവർക്കാണ് അന്ന് യേശുവിനെ കാണുമ്പോൾ കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. ഇവിടെ ഒരു കഷ്ടതയും അനുഭവിക്കാത്തവർക്ക് യേശുവിനെ കാണുമ്പോൾ അത്രയും സന്തോഷം ഉണ്ടാകത്തില്ല. അഥവാ നിങ്ങൾ എത്രമാത്രം യേശുവിന് വേണ്ടി ഇവിടെ കുരിശെടുക്കുന്നു, എത്രമാത്രം യേശുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നു, ആ ഡിഗ്രിക്കനുസരിച്ചായിരിക്കും കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന സന്തോഷവും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം തേജസ്സിൽ നിത്യകനങ്ങളെ ഉളവാക്കുന്നു. അഥവാ അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഇതിനെല്ലാം എനിക്ക് പ്രതിഫലമുണ്ട് എന്നുള്ള ചിന്ത മനസ്സിൽ വരുമ്പോൾ ഇപ്പോഴേ ആനന്ദിക്കാൻ തുടങ്ങും. കർത്താവ് പരസ്യ ശുശ്രൂഷ കാലത്ത് നമ്മെ പഠിപ്പിച്ചതും അതുതന്നെയാണ്. നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായിട്ട് പറയുമ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കറക്റ്റ് ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകണം. അഗ്നിശോധനയിലൂടെ പോകുമ്പോൾ ഇതെൻ്റെ അഗ്നിശോധനയാണ്, ഇതെൻ്റെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്, ഇത് സമയമാകുമ്പോൾ ദൈവം എന്നെ പുറത്തെടുക്കുമെന്നുള്ള ഉറപ്പ് വേണം. മാത്രമല്ല അതിശയിച്ചു പോകരുത്, ഇത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഏതു സമയത്ത് ഇതുണ്ടാകാം. എനിക്ക് മുൻപ് ക്രിസ്തു കുരിശെടുത്തവനാണ്, കുരിശെടുക്കുമ്പോൾ അപമാനം ഉണ്ടാകും. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് കടന്നു പോകുന്നവരും അവനെ നോക്കി പരിഹസിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്. കടന്നു പോകുന്നവർക്ക് പോകുന്ന പോക്കിനങ്ങ് പോയാൽ മതി, അവർക്ക് പരിഹസിക്കേണ്ട ഒരു കാര്യവുമില്ല.
പക്ഷെ ഒരുത്തൻ കുരിശെടുക്കുമ്പോൾ വെറുതെ പോകുന്നവനും ഒന്ന് പരിഹസിക്കും, ഒന്ന് തലയാട്ടും, ആ ആ ആ ഒന്ന് തലയാട്ടും. അതാ കടന്നു പോകുന്നവരും അവനെ നോക്കി പരിഹസിച്ചു. മറ്റൊന്ന് നമ്മൾ വായിക്കുന്നത്, അവനോടുകൂടെ ക്രൂശിച്ചവരും അവനെ ദുഷിച്ചു. ദുഷിക്കാൻ എന്തെങ്കിലും യോഗ്യതയുള്ളവനല്ല അവനെ ദുഷിച്ചത്, കള്ളന്മാരാണെ പോലും ഇവനെ ദുഷിച്ചു. അപ്പോൾ കുരിശെടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കുരിശെടുക്കുമ്പോൾ കടന്നു പോകുന്നവരും ഇതുമായിട്ട് യാതൊരു ബിസിനസ് ഇല്ലാത്തവരും ഒരു കമൻറ്റ് പാസ്സാക്കും, നമ്മളെ വേദനിപ്പിക്കും. യാതൊരു യോഗ്യതയുമില്ലാത്തവരും നമ്മെ വേദനിപ്പിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒന്നേ ഉള്ളൂ, ഇതിനു മുൻപ് ഇതേ അനുഭവം നമ്മുടെ കർത്താവിനുണ്ടായതാണ്. അപ്പോൾ കർത്താവിൻ്റെ കഷ്ടങ്ങളിൽ നമ്മൾ പങ്കാളികളാകുകയാണ്. കർത്താവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകും തോറും അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്കിതിന് പ്രതിഫലമുണ്ടെന്നുള്ളതായ ഉറപ്പ് നമുക്കുണ്ടാകണം. മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ കഷ്ടതയിലാണ് ദൈവസാമീപ്യം ഏറ്റവും കൂടുതൽ അറിയുന്നത്. 23-ാം സങ്കീർത്തനം അതിന് ഉദാഹരണമാണ്. 23-ാം സങ്കീർത്തനത്തിൽ പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ അവൻ എന്നെ നടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലൂടെ അവൻ എന്നെ കൊണ്ടുപോകുന്നു, അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു എന്നിങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പച്ചയായ പുൽപ്പുറങ്ങളിലും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലും പ്രാണൻ തണുത്തിരിക്കുമ്പോഴും സങ്കീർത്തനക്കാരൻ ദൈവത്തെക്കുറിച്ച് പറയുന്നത് അവനെന്നാണ്. അവൻ എന്നെ കിടത്തുന്നു, അവൻ എന്നെ കുടിപ്പിക്കുന്നു, അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അവൻ എന്ന് പറയുന്നത് അടുത്ത് നിൽക്കുന്ന ഒരാളല്ല, അല്പം അകലെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഈ പച്ചയായ പുൽപ്പുറവും സ്വസ്ഥതയുള്ള വെള്ളവും പ്രാണന് തണുപ്പുള്ളപ്പോൾ ദൈവത്തെ അല്പം അകലെ നിൽക്കുന്ന ആളായിട്ടാണ് സങ്കീർത്തനക്കാരൻ്റെ മനസ്സ് കാണുന്നത്. എന്നാൽ അടുത്ത വാക്യത്തിൽ പറയുന്നു, മരണത്തിൻ്റെ കൂരിരുൾ താഴ്വരയിലൂടെ പോയാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെയുണ്ട്. അപ്പോൾ അവിടെ നീ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. അഥവാ കൂരിലിൻ്റെ താഴ്വരയിൽ ചെന്നപ്പോൾ ദൈവത്തെ അവനെന്നല്ല പറയുന്നത്, ദൂരെ നിൽക്കുന്ന ആളെന്നല്ല പറയുന്നത്, നീ എന്നാണ്. കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്നയാളാണ്. നീ എൻ്റെ കൂടെയുണ്ട്, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ ഒരു ഭക്തൻ്റെ അഗ്നിശോധനയിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ മനസ്സിലാക്കുന്നത്, ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് കിട്ടുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി എന്ന് പറയുന്നത്. തകർന്ന ഹൃദയങ്ങളെ നിരസിക്കാത്ത ദൈവം, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുന്ന ദൈവം ഒരു മനുഷ്യൻ്റെ കഷ്ടതയുടെ വേളകളിൽ, അവൻ്റെ അഗ്നിശോധനയുടെ വേളകളിൽ എപ്പോഴും അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ്റെ കൂടെ ഉണ്ടാകും. ആശ്വസിപ്പിക്കാൻ ആളില്ലാത്ത വിധത്തിൽ ദൈവം നമ്മെ കടത്തിവിടുകയില്ല. ഏത് പ്രതിസന്ധി ഉണ്ടായാലും, ഇതുപോലൊരു പ്രതിസന്ധിയിൽ വേറെ ആരെങ്കിലും പോയിട്ടുണ്ട്, അവരെ ആശ്വസിപ്പിച്ച ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന വിധം കൊണ്ട് ഏത് കഷ്ടതയിലുള്ളവരെയും നമ്മൾ ആശ്വസിപ്പിക്കണമെന്നും കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ കഷ്ടതകളിൽ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന വിധങ്ങൾ കൊണ്ടാണ് സമാനമായ കഷ്ടതയിലൂടെ പോകുന്ന മറ്റുള്ളവരെ നമ്മൾ ആശ്വസിപ്പിക്കുന്നത്. അപ്പോൾ അഗ്നിശോധനയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ അറിയേണ്ട 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, നിങ്ങൾ അതിശയിച്ചു പോകരുത്, യു ഷുഡ് എക്സ്പെക്റ്റ് ഇറ്റ്, ഇതെപ്പോഴും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം. 2, ഇത് അഗ്നിശോധനയാണ്, ഇത് വലിയ തീയാണ്, പക്ഷെങ്കിൽ ഞാൻ ഉരുകിക്കഴിയുമ്പോൾ എന്നെ തിരിച്ചെടുക്കുമെന്ന് മനസ്സിലാക്കണം. 3, നമ്മുടെ മനോഭാവം കറക്റ്റായിരിക്കണം. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ സന്തോഷമായിരിക്കണം. ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ ക്രിസ്തുവിന് വേണ്ടി അടികൊണ്ട് ഉപദ്രവം സഹിച്ച് വേദനയോടെ കിടക്കുമ്പോഴും പൗലോസ് പാടി സ്തുതിക്കുകയാണ്. വേദനയിലൂടെ കടന്നു പോകുന്ന പൗലോസ് പറയുന്നത്, സന്തോഷിപ്പീൻ, അതേ കാര്യം നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല, നിങ്ങൾ സന്തോഷിപ്പീൻ എന്നാണ്. നമ്മുടെ വേദനകളിലെല്ലാം സന്തോഷിക്കാൻ നമ്മൾ പഠിക്കണം. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കൂട്ടാളികളാകും തോറും നമ്മൾ സന്തോഷിക്കണം. അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ആനന്ദം കൂടും. തൊഴുത്തിൽ നിന്ന് പുറപ്പെടുന്ന പശുക്കിടാങ്ങളെപ്പോലെ തുള്ളിച്ചാടി അവൻ്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച്, അവിടുത്തെ വരവിനെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കണം. 4, 1 പത്രോസ് 4-ന്റെ 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ
നന്മ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. അവസാനമായിട്ട് പത്രോസ് പറയുന്ന ചിന്ത ഇതാണ്: നിങ്ങൾ കഷ്ടതയിലൂടെ പോകുമ്പോൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ അങ്ങ് ഭരമേൽപ്പിക്കണം. നമുക്കൊരു സൃഷ്ടാവുണ്ട്, നമുക്കൊരു പിതാവുണ്ട്, നമ്മെ വിലയ്ക്ക് വാങ്ങിയ യേശു കർത്താവുണ്ട്. നമ്മൾ അവങ്കിലേക്ക് നമ്മളെ സമർപ്പിക്കണം. പൂർണ്ണമായൊരു സമർപ്പണം നമുക്കുണ്ടാകണം. ചന്ദ്രക്ക് മേശക്ക് അഭേദനവോ ചെയ്തത് അതാണ്. നെബൂഖദ്നേസർ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണമെന്നുള്ള രാജകൽപ്പന വന്നപ്പോൾ അവരത് തിരസ്കരിച്ചു. നെബൂഖദ്നേസർ രാജാവ് താക്കീത് കൊടുത്തു, ഞാൻ നിർത്തിയിരിക്കുന്ന ഈ സ്വർണ്ണബിംബത്തെ നമസ്കരിച്ചോണം, അല്ലെങ്കിൽ രക്ഷപ്പെടത്തില്ല. പക്ഷെ അവർ പറഞ്ഞു, ഞങ്ങൾ നമസ്കരിക്കുകയില്ല. അല്ല, ഇതിന്ന് വിടുവിക്കുന്ന ദേവൻ ആരുണ്ടെന്ന് അറിയാം. അവർ പറഞ്ഞു, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങളുടെ കാര്യങ്ങൾ പരമേൽപ്പിക്കുക. ഈ തീയിൽ നിന്ന് വെടിവെപ്പാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. ഇല്ലെങ്കിലും ഞങ്ങൾ രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുകയില്ല. അവരുടെ ജീവൻ അവർ കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. വിശ്വസ്തനായ ദൈവത്തിങ്കൽ അവരുടെ പ്രാണനെ അവർ പരമേൽപ്പിച്ചു. ചൂള 7 മടങ്ങ് ചൂടാക്കി. ബലവാന്മാരായ ആളുകൾ ചന്ദ്രക്കിനെയും മേശകിനെയും അഭേദനഗോവിനെ എടുത്ത് തീയിലേക്ക് എറിഞ്ഞു. അവർ ബലവാന്മാരാണെങ്കിലും തീയുടെ ബലം കൊണ്ട് അവർ ചത്തുപോയി. അതിശയം ഇതാണ്, എറിഞ്ഞോൻ ചത്തുപോയി, പക്ഷേ ചന്ദ്രക്ക് മേശക അഭേദനഗോവ് യാതൊരു കുഴപ്പമില്ല, തീക്കകത്ത് വീണു. അവർ തീയിൽ വീണു, തീക്കകത്ത് കിടന്ന് ചാടുകയല്ല, തീ കൂടെ നടക്കുക ചെയ്യുന്നു. രാജാവ് ചോദിക്കുന്നത്, നമ്മൾ 3 പേരെയല്ലയോ വിട്ടത്, 4 പേര് കെട്ടഴിഞ്ഞ് നടക്കുന്നല്ലോ, എന്താ അവർ തീ കൂടെ നടക്കുക? നമ്മൾ കടന്നു പോകുന്ന തീയേക്കാൾ ബലം കുറഞ്ഞ തീയിൽ ദൂരെ നിന്നവർ പട്ടുപോയി. എന്നാൽ നമ്മൾ പട്ടുപോകാത്തതിൻ്റെ കാര്യം, ദൈവം നമ്മുടെ തീയിൽ നമ്മുടെ കൂടെ ഇറങ്ങി വന്ന് തീയുടെ ബലത്തെ കെടുത്തുന്നത് കൊണ്ടാണ്. എബ്രായ ബാലന്മാർ തീയിൽ വീണപ്പോൾ അവർ ഒറ്റയ്ക്കല്ലായിരുന്നു, അവർ 3 പേര് മാത്രമല്ലായിരുന്നു. ആർക്ക് വേണ്ടി അവർ പിടിച്ചു നിന്നോ ആ ദൈവം അവരോട് കൂടെ തീച്ചൂളയിലേക്ക് ഇറങ്ങി വന്നു തീയുടെ ബലത്തെ അവിടുന്ന് കെടുത്തിക്കൊടുത്തു. അതെ, നമ്മുടെ കഷ്ടതകളിൽ, വേദനകളിൽ തീയുടെ ബലത്തെ കെടുത്തുന്ന ഒരു ദൈവമുണ്ട്. മാത്രമല്ല, അവർ പുറത്തു വന്നപ്പോൾ അവരെ പരിശോധിച്ച് നോക്കിയപ്പോൾ തീയുടെ മണം പോലും വീശിയിട്ടില്ല. അവരുടെ കാൽച്ചട്ടയ്ക്ക് കുഴപ്പമില്ല, ഉടുപ്പിന് കുഴപ്പമില്ല, വസ്ത്രത്തിനൊന്നും ഒരു കുഴപ്പമില്ല, അവരുടെ ശരീരത്തിൽ തീയുടെ മണം പോലുമില്ല. മനസ്സിലാക്കുക, തീയുടെ മണം പോലും ഏശാതെ അഗ്നിശോധനയിൽ നിന്ന് പുറത്തു കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയോർത്ത് ദൈവത്തെ സ്തുതിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ലോകത്ത് ഞങ്ങൾക്ക് കഷ്ടങ്ങളുണ്ടെങ്കിലും കഷ്ടങ്ങളിൽ അവിടുന്ന് ഞങ്ങളുടെ ഒരു കൂട്ടാളിയായുള്ളതിനായ സ്തോത്രം. അവിടുന്ന് ലോകത്തെ ജയിച്ചതിനായിട്ട് സ്തോത്രം. ഈ ലോകത്തിൽ ഞങ്ങൾ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അതിശയിച്ചു പോകാതെ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അഗ്നിശോധനയിൽ നിന്ന് അവിടുന്ന് തക്ക സമയത്ത് പുറത്തു കൊണ്ടുവരുന്നതിനായ സ്തോത്രം. സന്തോഷത്തോടെ നേരിടുവാൻ സഹായിക്കണമേ. അഗ്നിശോധനയിലൂടെ പോകുമ്പോൾ ആത്മാവിൻ്റെ ശക്തി അനുഭവിപ്പാൻ, ആത്മാവിൻ്റെ കൃപകൾ അനുഭവിപ്പാൻ, സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുവാൻ മറക്കരുത്. തുടർന്ന് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ്, ബേത്ലഹേം മിനിസ്ട്രീസ്, താമല്ലാക്കൽ PO, ഹരിപ്പാട്. പിൻകോഡ് 690549. ഫോൺ 9605521715, 0479241981. ഇമെയിൽ pastorphilippithomas@gmail.com.